നമസ്കാരം. ജമ്മു കാശ്മീരിലുള്ളത് ജമ്മു കാശ്മീരിലെ ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഇന്ന് ശ്രീനഗറിലേക്ക് പോവുകയാണ്. ശ്രീനഗറിലേക്ക് ഞങ്ങൾക്ക് പോകാൻ ഇവിടെ നിന്ന് ജമ്മു തവിന്ന് ബസ് ഉണ്ട്. ബസ് കയറിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇതേ ഈ കാണുന്ന വണ്ടിയില്ലേ, ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിക്ക് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഇതാ ഇവിടെ വന്നിറങ്ങിയ ഉത്തർ സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ്. അതിന് നേരെ പോകുന്നത് ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിലേക്കാണ്. ഉദംപൂർ നമ്മുടെ ക്യാപ്റ്റൻ തുഷാർ മഹാരാജ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അതിന് റീനെയിം ചെയ്തതാണ്. അതുവഴിയാണ് പോകുന്നത്. വേണമെങ്കിൽ ഉദംപൂർ ഇറങ്ങിയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ജമ്മു താവി തന്നെ ഇറങ്ങി. ഇപ്പൊ സമയം 8 മണിയായിട്ടോ. 8 മണീന്റെ ഒരു പ്രതീതി ഉണ്ടോന്ന് വെച്ചാൽ നല്ല ഒരു മൂടപ്പെട്ട ഒരു അവസ്ഥയാണ് മൊത്തം. ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു മൂഡ്. കാരണം നല്ല തണുപ്പാണ്. ഞങ്ങൾ നല്ല ജാക്കറ്റൊക്കെ നോക്കി വാങ്ങി ഡൽഹിയിൽ നിന്ന്. അതിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നല്ലൊരു ബസ് കയറി നേരെ എവിടത്തോട്ട് പോവാം? നമ്മുടെ ശ്രീനഗർ. അതെ, അവിടെയാണ് ജമ്മു താവി എന്നുള്ള നെയിം ബോർഡ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ പോകും. ഇതുവഴി നേരെ പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ ജമ്മു താവി എന്നുള്ളൊരു ബോർഡുണ്ട്. ഇതുവഴി പോവാം. ജമ്മു തവി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാം. നമുക്ക് ഇവിടുന്ന് എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ബസ് കിട്ടുമോ അറിയില്ലല്ലോ. എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് ഇറങ്ങി പോകുന്നത്. നമുക്ക് അതുവഴി തന്നെ പോവാം. ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ പറയുക, സിം കാർഡ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ പ്രീപെയ്ഡ് സിം ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മളെല്ലാം നാട്ടിൽ യൂസ് ചെയ്യുന്ന പലരുടെയും സിം പ്രീപെയ്ഡ് സിം ആയിരിക്കും. അത് ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കില്ല. ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഞങ്ങളെ രണ്ടുപേരും സിം VI ആണ്. അപ്പം അത് പ്രീപെയ്ഡ് ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ലല്ലോ. ഞങ്ങൾ മുൻപ് ഇവിടെ 2 തവണ കാശ്മീർ വന്ന സമയത്ത് പെട്ടുപോയ അവസ്ഥയാണ്. ഇവിടെ സിമ്മൊക്കെ തപ്പി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ തന്നെ എയർടെലിന്റെ പോസ്റ്റ് പെയ്ഡ് സിം ഞങ്ങൾ എടുത്തു. അതിപ്പോൾ ഒന്ന് നോക്കി നല്ല വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. ഗൂഗിൾ മാപ്പും ഇന്റർനെറ്റും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതായത് എയർടെൽ എടുക്കാൻ കാരണം ഞങ്ങൾ ലഡാക്ക് യാത്ര ചെയ്ത് ലഡാക്കിന്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടിയത് എയർടെൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എയർടെൽ ചൂസ് ചെയ്തത്. നമുക്ക് ജിയോ ഉണ്ട്, പല പല കമ്പനീസ് BSNL ഉണ്ട്. ആ BSNL നല്ല റേഞ്ച് ഉണ്ട് ഈ ഒരു ജമ്മു കാശ്മീരിൽ. ഈ ഇവിടെ കാണുന്ന ബസ്സൊക്കെ കട്രയിലേക്ക് പോകുന്ന ബസ്സാണ്. നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് 4 കിലോമീറ്ററിന്റെ പോകാൻ ബസ് സ്റ്റാൻഡ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം നേരെ ഈ ഒരു ബസ് കയറി പോവാം. ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ നിന്നുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തു. ഇവിടെ തന്നെ പുറത്തുതന്നെ ഒരുപാട് ധാബകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. എത്ര രൂപയാണ് എടുക്കുക, ടിക്കറ്റ് ചാർജൊക്കെ എത്രയാണെന്ന് പറയാം. ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല, ചെക്കിംഗ് ഒന്നും വന്നിട്ടില്ല. ഇതൊന്നും അവിടെ എത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും. കട്ര ജമ്മു സിറ്റി, ഇങ്ങോട്ടാണ് ജമ്മു സിറ്റി. എല്ലാ ആർമി വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇത് ആർമി ബസ്സാണ്. ഈ സിറ്റിന്റെ അകത്ത് സർവീസ് ആയിരുന്നൊക്കെ ഇങ്ങനെ ചെറിയ ബസ്സുകളാണ്. ഇതുണ്ടോ, കുട്ടി കുട്ടി ബസ്സുകൾ. ഇവിടുത്തെ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. നല്ല അടിപൊളി റോഡ് തന്നെയാണ്. 2 വരി പാത തന്നെയാണ്. ഉദംപൂര് കട്ര. ഈ ഒരു റോഡ് വഴി ഞാനും നവിയും വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ട് ഈ ഒരു റോഡ് വഴി പോയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വണ്ടി എടുത്തിട്ട്. ഏകദേശം ബസ് സ്റ്റാൻഡ് ആവാനായി. ജനറൽ ബസ് സ്റ്റാൻഡ്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇതിനകത്തോട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കിനി ശ്രീനഗറിലോട്ടുള്ള ബസ് കയറി പോകാനുള്ളത്. മൊത്തത്തിൽ ഒരുപാട് ടാക്സികളുണ്ട്.
ഞങ്ങൾ ഇവിടെയാണ് ബസ് ഇറങ്ങിയത്. ഇവിടുന്നുണ്ടല്ലോ നേരെ ഈ കാണുന്ന വഴി നേരെ പോവുക. അവിടെയാണ് മെയിൻ ബസ് സ്റ്റാൻഡ്. അതായത് നമുക്ക് ശ്രീനഗർ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ ഉള്ളത് അവിടെയാണ്. ഇവിടെ ടാക്സിയാണ്. ടാക്സിക്കാർ മൊത്തം ഞങ്ങളെ വളഞ്ഞ് ഞങ്ങൾ പോകുന്നില്ല പറഞ്ഞു. ഞങ്ങൾക്ക് ബസ്സിന് തന്നെ പോകണം. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിക്കാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു 500 രൂപ ഷെയർ ആയിട്ട് 500 രൂപ 450 500 550 600 അങ്ങനെ പലതും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ടാക്സിക്ക് പോകുന്നത് നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് ബസ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ബസ്സിന് കയറി പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ടാക്സി കയറി പോയാൽ. ഇനിയിപ്പോ ഈ അവിടെ എത്തിയ ശേഷം ബസ് ഉണ്ടോ നോക്കണം. ഇനിയിപ്പോ ബസ് ഇല്ലെങ്കിൽ ഫൈനലി നമുക്ക് ഷെയർ ടാക്സിന് നോക്കാം. അതന്നെ നോക്കാം. ഇനിയിപ്പോ നേരെ ഇതുവഴി പോവാ. ഇത് ഈ കാണുന്നതന്നെ തോന്നുന്നു. അതെ 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 അവിടെ ഒരുപാട് ബസ്സുകൾ കാണുന്നുണ്ട്. ഇതേ അവിടെ ഇത്രയും ബസ്സുകളുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ ടാക്സിക്കാരും ഉണ്ടാവും. നമുക്ക് നേരെ ശ്രീനഗർ ബനിഹാൾ ബസ് നോക്കി കയറാം. ഏത് ബസ്സിന് നോക്കാം. ഇവിടെ ഒരുപാട് ബസ്സുണ്ടല്ലോ. ഏതാണ് ആദ്യം പോകുന്നത് അതിന് നോക്കി കയറാം. ഇത് ബനിഹാൾ റംബാൻ. നമുക്ക് ഈ ബസ്സിന് പോയാൽ മതി. പക്ഷെ അതിൽ സീറ്റ് ഫ്രണ്ടിൽ കാണുന്നില്ല. നോക്കട്ടെ ഒന്നും കൂടെ കയറിയിട്ടുണ്ടോന്ന്. ഇതാണ് ബസ്. നല്ല ബസ്സല്ലേ? നല്ല കിടിലൻ ലുക്ക് ഉണ്ട്. ഇതാ ഫ്രണ്ടിൽ സീറ്റില്ല ഇരിക്കാൻ വേണ്ടിട്ട്. അടുത്ത ബസ് നോക്കാം. ഈ ഒരു വണ്ടിയിൽ ഫുൾ ആയതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങുന്നില്ല. അത് ബനിഹാളിലേക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അതിന് പോവാം. ഇത് പോട്ടെ. ഇത് നല്ല വണ്ടിയാണ്. കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ്. പക്ഷെ സീറ്റ് കിട്ടിയില്ല. നമുക്ക് സീറ്റിന്റെ മുന്നിൽ പോയിരിക്കണം. കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായും പിറകിൽ ഒരു 2 സീറ്റ് ഉണ്ടായിരുന്നു. അത് പറ്റൂല. അതെ അത് വരുന്നുണ്ട്. അത് ബനിഹാൾ റംബാൻ ഭാഗത്തോട്ട് പോകുന്ന ബസ്സാ. അത് വരട്ടെ. അതിന് കയറി പോവാം. ഇത് ഇവിടുന്ന് എടുത്ത് വേഗം കേറിക്കോ. വേഗം കയറ്റി 2 സീറ്റ് ഇട്ടാ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ പിന്നെ മുമ്പിൽ തന്നെ എന്താ പറയാ സ്ത്രീകൾക്ക് ഇരിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല. എവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഏതാ അത് ബനിഹാളിലേക്ക് നമ്മൾ പോകുന്ന ബസ് ഇതാണ് കേട്ടാ. റംബാൻ വഴിയാണ് പോകുന്നത്. ചെറിയൊരു ബസ്സാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ സീറ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ വരുന്നത്. ഇവിടെ 2 സീറ്റ്, ഇവിടെ 3 സീറ്റ്, പുറകിൽ മൊത്തത്തിലിരിക്കാം. അതുപോലെ ഞങ്ങൾ ഇരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇരിക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ നമുക്ക് വ്യൂ കിട്ടും അല്ലേ? ഇത് 9 മണിക്ക് പോകുള്ളൂ എന്നാ പറഞ്ഞത്. അവിടെ എത്തുന്നത് 3 മണിക്ക്. അതായത് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലായി ഒരു 6 മണിക്കൂർ വേണം. അങ്ങനെയാണ് ഈ ഒരു ടൈം. നമുക്ക് അറിയില്ല. റംബാനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് എന്താ പറയാ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. എങ്ങനെയാണെന്നും അറിയില്ല. നേരത്തെ നമുക്ക് ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തേക്ക് എത്ര രൂപയാണ് ഈ ബസ് ടിക്കറ്റ് ആയത്? നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ വന്ന ടിക്കറ്റ് റേറ്റ് നമ്മൾ പറഞ്ഞിട്ട് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. ഇഷ്ടംപോലെ പുറത്ത് ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഷെയർ വണ്ടികളുണ്ടല്ലോ, ബസ് ഉണ്ടല്ലോ, അതിന് തന്നെയാണ് വരുന്നത് നല്ലത്. ഇതാണ് ഇതിലത്തെ ബസ് ടിക്കറ്റ്. നമുക്ക് ഇവിടുന്ന് ജമ്മുന്ന് ബനിഹാൾ വരെ ഒരാൾക്ക് ടിക്കറ്റ് ആയ പ്രൈസ് 260 രൂപയാണ്. 2 പേർക്കും കൂടിയിട്ട് 520 രൂപയായി. അപ്പോൾ ഇത്രയും പൈസയുണ്ട് നമുക്ക് ബനിഹാൾ വരെ. ജമ്മു ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് 9:30 വണ്ടി എടുത്ത് ഇനി നമുക്ക് ബനിഹാളിലേക്ക് 155 കിലോമീറ്റർ ഉണ്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് എത്തും എന്നൊക്കെ നോക്കാം. അപ്പോൾ കറക്റ്റ് 9:30 ആയി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കട്രയിലേക്ക് പോകുന്ന ബസ്സാന്ന് തോന്നി. ഈ ഒരു ലെഫ്റ്റിൽ കാണുന്നത്. അപ്പം ഇനി എടുത്ത് പോകുമ്പോൾ കുറേ ടൈം എടുക്കും. മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ, ഹൈവേയിലേക്ക് എത്തണമെങ്കിൽ. ഇവിടെ നിന്ന് ഇല്ല എടുത്ത് നമ്മൾ ഇവിടെ തന്നെ വന്നിരിക്കാൻ കാരണം എന്താ പറയുക, ഈ ഒരു നല്ലൊരു ഫ്രണ്ട് വ്യൂ കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ നേരത്തെ ഒരു ബസ്സിൽ പോയേനെ. കാരണം അതിന് പുറകിലാണ് ഉണ്ടായത്. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇതൊന്നും കാണാൻ പറ്റൂല. ശ്രീനഗർ നേരെ, ഉധംപൂരും നേരെ. സമയം ഇപ്പം 10 മണി കഴിഞ്ഞ്. ഈ വണ്ടിക്കാണെങ്കിൽ സ്പീഡേ ഇല്ല. ജമ്മു വിട്ടതേ ഉള്ളൂ. ഇത് NH44 ആണ്, അതായത് 44 നമ്മുടെ കന്യാകുമാരി ശ്രീനഗർ ഹൈവേ. ഇതൊരു ഫോറസ്റ്റ് ആണ്. ലേക്ക് നേരെയാണ്. നല്ല അടിപൊളി റോഡിൽ കയറി 2 വരി 4 വരി പാത. NH44. മൊത്തം കോട കയറിയിട്ടേ ഉള്ളത്. എന്തൊരു കിടില റോഡാന്നറിയാ.
ഞങ്ങളെല്ലാം അന്ന് ജമ്മുന്ന് 7 മണിക്കാണ് ശ്രീനഗറിലേക്ക് വണ്ടി എടുത്തിട്ട് വന്നത്. എത്ര പെട്ടെന്നാണ് ഇതിലേക്കൂടെ ക്രോസ് ചെയ്ത് പോയത് എന്നറിയാം. കാരണം നല്ല റോഡല്ലേ, നല്ല സ്പീഡിൽ തന്നെ പോവാ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു മഴ മൂടൽ പോലെ കാണുന്നില്ലേ, ഇതിങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ടണലുകളൊക്കെ വരാനുണ്ട്, വെയിറ്റ് ചെയ്യൂ. ആർമി വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഒരു ടോൾ പ്ലാസയിലെത്തി. ഇതുണ്ട് അവിടെ ഒരു കുരങ്ങ ഉണ്ട്. ഫാസ്ടാഗ് തന്നെയല്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ തുറന്നു. ഇത് കുരങ്ങുകളൊക്കെ ഇത് ഇതിലൂടെ പോകുന്നത്. റീഡാവുന്നില്ല. ആ റീഡായി. ഫ്രണ്ടിലേക്കൊന്നും ഒന്നും വ്യക്തമല്ല വേണ്ടതാ. റീഡാകുമ്പോ തുറക്കുവോ? യെസ്. ഈ ഒരു പാലത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഒന്നും വ്യക്തമല്ല, ഫുൾ കോട. ഒരു ടണല് വരുന്നുണ്ട് ഈ റൂട്ടിലെ ആദ്യത്തെ ടണല്. ഇനി എത്ര ടണലുകൾ വരാനുണ്ടത്ര. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റോഡതാ, ഇതിലൂടെയാണ്. അയ്യോ, സീറോ വിസിബിലിറ്റി. എൻ്റെ മോനെ, വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ്. ഇത് അടുത്തൊരു ടണലും കൂടെ. ടണല് ഇപ്പൊ കഴിയും. ഇത് കഴിഞ്ഞോടെ തന്നെ അടുത്തത് തുടങ്ങി. അവിടെ ചെറിയൊരു ഗ്യാപ്പ്. ഇവിടെ വെയില് വന്ന് തുടങ്ങി കേട്ടോ. പുറത്തിപ്പോ നല്ല വെയില് ഉണ്ട്. ആ 2 ടണല് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാലാവസ്ഥ ടോട്ടലി മാറി. ഇപ്പൊ നല്ല വെയില് വന്നു. കട്ര ലെഫ്റ്റിലേക്ക്, ഈ ഒരു താഴെ ഭാഗത്തേക്കാണ് കട്രയിലേക്ക് പോകുന്നത്. ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര, ആ ബസ് പോകുന്നത് ഇങ്ങോട്ട്. കട്ര നമ്മുടെ ബനിഹാളൊക്കെ ഉള്ളത് നേരെ, അതായത് ഉധംപൂര്. 677 കിലോമീറ്റർ, ശ്രീനഗർ 220, ഉധംപൂര് 38. അവിടെ ബോർഡുണ്ട്. ഇത് റെയിൽ ട്രാക്കായത്. ഇവിടെ പോകുന്നത് സമയം ഇപ്പൊ 11:15. ഉധംപൂരിലേക്ക് ഇതാ ബസ് എത്തുകയാണ്. ഉധംപൂർ. ഈ ഉധംപൂര് വരെയാണ് നല്ലൊരു റോഡുള്ളത്. കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള റോഡൊക്കെ ശോകം തന്നെയാണ്. വെൽക്കം ടു ഉധംപൂർ. ഉധംപൂരിലേക്ക് സ്വാഗതം. ഉധംപൂര് ബസ് സ്റ്റാൻഡ് ഇതാണ്. ഒരുപാട് ബസ്സുകളിൽ. ശരിക്കും പറഞ്ഞാൽ ഉധംപൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന ഏറ്റവും നല്ലത്.
ഒരുപാട് ബസ്സുകൾ ഇവിടെ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉദംപൂർ വരെ ട്രെയിന് വന്ന് ഇവിടുന്ന് ബസ് കയറി വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടുന്ന് ഇപ്പം ജമ്മുന്ന് ഇവിടുന്ന് എത്തും വരെ ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പ് തോന്നുന്നു. കാരണം ഇത് ഏതൊക്കെയോ വഴിയാണ് ഈ വണ്ടി വന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ ജമ്മു താവിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ ഒരു വണ്ടി കയറാൻ കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ കവർ ചെയ്യണം, സീറ്റിലിരിക്കണം. അപ്പൊ ഇവിടുന്ന് ചിലപ്പോൾ ഉദംപൂർ കയറുവാണെങ്കിൽ ചിലപ്പോൾ മുന്നിലൊന്നും ഇരിക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ എത്ര വേഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഉദംപൂരായാലും ഷെയർ ടാക്സികളുണ്ട്. ഇപ്പൊ ജമ്മു താവി റെയിൽവേ സ്റ്റേഷന് പുറത്തും ഷെയർ ടാക്സികളുണ്ട്. പക്ഷെ അത് 400-500 ആവുമല്ലോ. അല്ല, ഞങ്ങള് ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷെയർ വണ്ടി ഉപേക്ഷിച്ച് തന്നെ വന്നത്. കുറച്ചും കൂടെ പൈസ കുറവാണ്. പിന്നെ ബസ്സിന് കയറാൻ ആഗ്രഹിച്ചു എന്ന് പറയാൻ കാരണം ഇനിയിപ്പം അങ്ങോട്ട് അപ്കമിങ് മാസങ്ങളിൽ നമുക്ക് ഈ ഒരു യാത്ര എന്താ പറയാ നിൽക്കാൻ വേണ്ടി പോവാണ്. കാരണം വേറെ തല ബസ് ഓടിക്കൊണ്ടിരിക്കും, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഇവിടുന്ന് അതായത് ഉദംപൂരിന്ന് കട്ടറയിലേക്കാണ് നിലവിൽ ഇപ്പോഴുള്ള റെയിൽ ട്രാക്ക് ഉള്ളത്. അത് ബനിഹാളിലേക്കും കൂടെ വരാൻ വേണ്ടി പോവാണ്. അതായത് USBRL ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് അത് വരാൻ വേണ്ടി പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബസ്സിലൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ട്രെയിനിൽ തന്നെ പോകും. ശരിക്കും ജമ്മുതാവിന്ന് ഉദംപൂരേക്ക് 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ പെട്ടെന്ന് എത്തും, ഒരു മടുപ്പില്ല. പക്ഷെ ബസ്സിലാണെങ്കിൽ മടുക്കും ശരിക്കും. നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ കൂടി. അപ്പൊ ആ റെയിൽ ട്രാക്കും കൂടെ വരുവാണെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് വന്ദേ ഭാരതൊക്കെ ഇപ്പൊ അപ്കമിങ് വരുന്നുണ്ട്. അത് നമ്മുടെ ചെനാബ് റിവറിന്റെ ഒരു ബ്രിഡ്ജൊക്കെ വരാൻ പോകുന്നുണ്ട്. ഒരു അത്ഭുതമാണ്. അപ്പൊ അതല്ല, ഇനി അങ്ങോട്ട് വേറെ കാര്യമുണ്ട്. ഇനി അങ്ങോട്ട് വലിയ നല്ല റോഡൊന്നും അല്ല, റോഡ് മോശമാണ്, വണ്ടി വളരെ പതിയെ പോകുള്ളൂ. എനിക്കൊന്ന് ആ ട്രാക്ക് വന്നാലുണ്ടല്ലോ ശ്രീനഗറിലെ ടൂറിസം ആൾമോസ്റ്റ് മാറും. എല്ലാവർക്കും വരാം. ഈ ബസ്സിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമുക്ക് വോമിറ്റിംഗ് ഒരു ഇതൊക്കെ തോന്നുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ട്രെയിൻ ആകുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല. ശ്രീനഗർ, കാശ്മീർ, നമ്മുടെ കന്യാകുമാരി ശ്രീനഗർ വരെ ട്രെയിനിൽ പോവാം. നമ്മൾ പോകുന്ന ബസ് ഇതാ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഏതൊക്കെയോ റൂട്ടിൽ പോകുന്ന വണ്ടിയാ. മൊത്തം ബസ് മാത്രമേ ഉള്ളൂ, പല പല സർവീസ് ഉണ്ട്. പുറത്ത് നിന്നാൽ നല്ല തണുപ്പാണ്, അകത്തോട്ട് തന്നെ കയറിയേക്കാം. ഇവിടെ തന്നെയാണ് നമ്മളിരിക്കുന്നത്. നവീൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു വീഡിയോ എടുക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നറിയാം. മുന്നിലിരുന്ന ഞങ്ങളെ അവർ പുറകിലേക്കാക്കി. കാരണം എന്തോ പറഞ്ഞു അവര്, കാരണം അവിടെ ഇരിക്കാൻ പറ്റൂല, അവർക്ക് എന്തോ എഴുതി കൊടുക്കണമെന്നോ അങ്ങനെ സെക്യൂരിറ്റി എന്തോ വിചാരിക്കാം പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും പുറകിൽ വന്നു. ഇനി എങ്ങനെ നമ്മൾ വീഡിയോ ചിത്രീകരിക്കാം? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. ഇവിടെ നിന്ന് ഇവിടെ വേറെ ആളുണ്ട്, ഈ ഒരു സൈഡിലേക്കാണ് ഇവിടെ ആളുണ്ട്. അതോ കറക്റ്റ് നടുക്ക് ഇവിടെയൊക്കെ ചാക്കം കെട്ടൊക്കെ ഉണ്ട്. അയ്യോ എന്തൊരവസ്ഥ. പക്ഷേ നല്ല നല്ല കാഴ്ച ഇനിയാണ് വരുന്നത്. ഇവിടെ സൂം ചെയ്താൽ പോലും കാണൂല, അങ്ങനത്തെ അവസ്ഥയായി. തേങ്ങാക്കൊത്ത് ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ വരുന്നുണ്ട്. വെള്ളം അങ്ങനെ പലതും വരുന്നുണ്ട്. അതൊന്നും വേണ്ട. ഇപ്പം ഏതോ ഒരു സ്ഥലത്ത് വണ്ടി എത്തി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെട്ട അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഈ പറഞ്ഞ ഇപ്പൊ ഈ ഒരു വണ്ടിക്ക് ഉണ്ടല്ലോ പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ബനിഹാൾ എത്തണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ മാത്രമേ അവിടുന്ന് ശ്രീനഗറൊക്കെയുള്ള മറ്റൊരു കണക്ടിവിറ്റി നമുക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം 4 മണിക്ക് എത്തണം. ഇതാണെങ്കിൽ എല്ലാ സ്ഥലത്തും നിന്ന് പോകുന്ന വണ്ടികൾ. നമ്മളും ഫസ്റ്റ് ടൈമാണല്ലോ ഈ പറഞ്ഞ ബസ്സിന് വരുന്നത്. ഇപ്പൊ പുറകെ കാണുന്ന റൈറ്റ് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. നേരെ കാണുന്നതാണ് ജമ്മു നാഷണൽ ഹൈവേ 44 ഞങ്ങൾ കയറി. ശ്രീനഗറാന്ന് തോന്നുന്നു, ജമ്മു ടു ശ്രീനഗർ. ഇതിന് വരണം എന്നാ ഉണ്ടായത്. ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറെ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു, ഇത് കിട്ടിയില്ല. ഇപ്പൊ പോയ JKSRTC ഇല്ലേ, അതിന്റെ മുന്നിലത്തെ സീറ്റിലും ഞങ്ങൾ ശ്രദ്ധിച്ചു, അതിലും ആരും ഇരുത്തുന്നില്ല. എനിക്ക് എന്താ അറിയില്ല, ഇവിടെ ഫ്രണ്ടിൽ സീറ്റിൽ ഇരുത്തുന്നതിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളോട് അദ്ദേഹം, അതായത് ഇതിൻ്റെ ഒരു ക്ലീനർ ഉണ്ട്, കണ്ടക്ടർ, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നല്ലേ. ഉദംപൂർ വരെ ഓക്കെയാണ്, ജമ്മു ടു ഉദംപൂർ വരെ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഉദംപൂർ ഇറങ്ങിയിട്ടാണ് ഇവിടെ ഈ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പുറകെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇരിക്കേണ്ടി വരുന്നത്. അതെ അതെ അതെ. ജമ്മുന്ന് കയറിയോണ്ട് കുറച്ചും കൂടെ കാഴ്ചകൾ അല്ലേ, ഫ്രണ്ടിലിരുന്ന കാണുന്ന കാഴ്ചകൾ ഇതായിരിക്കും. പൊള്ളിപ്പം വ്യൂ ആണ്. ഇപ്പം ഏറ്റവും പുറകുന്ന് എടുക്കാൻ പറ്റി, നേരെ ഓപ്പോസിറ്റ്. ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ കിട്ടില്ല വ്യൂ കിട്ടിയാനെ. ഇതിന് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റോഡ് ടണലാണിത്, ഷനാനി നഷ്രി ടണൽ. 9.28 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്. ഒരുപാട് പോകാനുണ്ട്.
50 കിലോമീറ്ററിന് മുകളിലൊരു ടണലല്ലേ. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പുറകുന്ന മുന്നിലേക്ക് വന്നത്. ചെനാനി നഷ്രി ടണൽ. ഈ ടണൽ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച വേറെ തന്നെയാണ് കേട്ടോ. AC ഉണ്ട് വരുന്നത്. ഈ ടണലിൽ തന്നെ പല രീതിയിലുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ റോഡിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ സെപ്പറേറ്റ് വേ ഒക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും സേഫ്റ്റി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഹോൺ അടിക്കാൻ പാടില്ല. പിന്നെ പെട്ടെന്ന് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ അങ്ങനത്തതൊക്കെ ഉണ്ട്. സ്പീഡ് ലിമിറ്റ് 50 km/h ആണ്. പിന്നെ ഈ ടണലിലേക്കൂടെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് പറ്റൂല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുറത്തിറങ്ങുമ്പോൾ മിക്കവാറും ചിലപ്പോൾ ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. എല്ലായിടത്തും ഓവർടേക്ക് ചെയ്യരുതെന്ന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇതിൽ മൊത്തം CCTV ക്യാമറാസ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കോപ്പറായൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയും. നമ്പർ നോട്ട് ചെയ്യുമല്ലോ, മിക്കവാറും ഒരു ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. ഈ നമ്മുടെ ശ്രീനഗർ റൂട്ടിലത്തെ ഏറ്റവും വലിയൊരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടണൽ ഇപ്പോൾ ഇതാണ്, റോഡ് ടണൽ. പിന്നെ ഈ ടണലിലേക്കൂടെ പോകുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ലൈറ്റിംഗ് ആണ്. ഈ മേൾ ഭാഗത്തൊക്കെ കണ്ട ലൈറ്റിങ് 2 സൈഡിലാണെങ്കിലും എല്ലായിടത്തും സൈൻ ബോർഡുകളുണ്ട്, ഗ്രീൻ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ടണലിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വേറെ നമ്മൾ എന്താ പറയുക, നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകേണ്ട എക്സിറ്റ് വാതിലുകളൊക്കെ കാണുന്നുണ്ട്. എന്നൊക്കെ ഒരു കുറുക്ക് വഴി ഉണ്ടാവുമല്ലോ. ടണല് ഏകദേശം കഴിയാനായി. ഒരു 2 കിലോമീറ്റർ കൂടെ ഉണ്ടാവും. ഏകദേശം 7 കിലോമീറ്ററിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്ത്. ഇത് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 9 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ വീടിൻ്റെ ലെങ്ത്ത് ഒരുപാടാവും. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിലായിട്ട് ഷൂട്ട് ചെയ്യാതെ കട്ടുകട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ടണലിത് കഴിഞ്ഞ് ഇതാണ് റോഡിൻ്റെ അവസ്ഥ. മൊത്തം പോക്കാണ്. ഇനി അടുത്ത ഒരു മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ റംബാനാണ്. ഒരു 18 കിലോമീറ്റർ ഉണ്ട് റംബാനിലേക്ക്. മൊത്തം പൊടി റോഡാണ്. റംബാൻ എത്തുന്നതിന് മുന്നേ ബസ് നിർത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയ. സ്ഥലം കണ്ട കിടിലം പ്ലേസ്. അതായത് വലിയൊരു മലയാണ്. ഇതിൻ്റെ അങ്ങ് അതിലൂടെയുള്ള ചെറിയ റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. പിന്നെ അങ്ങ് അവിടെ വാട്ടർഫാൾ ദേ അത് കേട്ടാ, വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. അടിപൊളിയാണ് സ്ഥലം. നമ്മളെ ബസ്സൊക്കെ നിർത്തിയതാണ്. ഇതാ ഇവിടെയാണ് ബസ് നിർത്തിയത്. സമയം 1:40 1:40 ഇവിടെ ലഞ്ച് ബ്രേക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അന്ന് വന്ന സമയത്ത് ഈ റോഡ് ഇങ്ങനെ നല്ല ഉണ്ടായത്. അയ്യോ, ഇത് മൊത്തം പൊട്ടി പൊളിഞ്ഞ അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പൊ അടിപൊളി റോഡായി. വേറൊരു കാര്യം, അപ്ഡേഷൻ കൂടെ പറയാൻ വേണ്ടി, സത്യം പറഞ്ഞ ഈ ഒരു വെയില് സംഭവില്ലേ, സ്നോ ഉണ്ടാവില്ല. പക്ഷേ നമുക്കിത് അടിയാണല്ലേ. ഇത് മിക്കവാറും ശ്രീനഗർ ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് മിക്കവാറും സ്നോഫോളോ അല്ലെങ്കിൽ മഞ്ഞൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാൻസ് വളരെയധികം കുറവാണ്. ഇനിയിപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. ഇവിടെ ഒരു ധാബയിൽ കയറി 2 മാഗി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് മാഗി കഴിക്കാം. അതായിട്ട് വരട്ടെ. ഇനി ഒരു മാഗിക്ക് 40 രൂപയാണ്. 2 മാഗി മേടിച്ചിട്ടുണ്ട്. നല്ല ചൂട് മാഗി. ഈ തണുപ്പത്ത് ചൂട് കഴിക്കുന്നത് ഏറ്റവും നല്ലതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതലും കിട്ടുന്നത് മാഗി തന്നെയാണ്. സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാവാന്ന് കഴിച്ചു. 2 മാഗി കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് പോവാം. അതുപോലെ തന്നെ 2 ഡയറി മിൽക്ക്
ഉണ്ടല്ലേ? ഭയങ്കര എരിവായിരുന്നു. ആ മധുരം കൂടെ ആവാൻ. ദേ ഇവിടെ ഒരു പുള്ളിക്കാരിതാ. അയ്യോ അടിപൊളി. നമുക്കിനി ഇതിലോട്ട് കയറിയിരിക്കാം. റാമ്പൻ കഴിഞ്ഞു. സമയം ഇപ്പം 2:45. ഇനി ഒരു 32 കിലോമീറ്റർ കൂടി ഉണ്ട് ബനിഹാളിലേക്ക്. ഒരു ടണലാണ്. നല്ല താഴ്ചയുണ്ട് താഴോട്ട്. ഇവര് ഒറ്റത്തു കൂടെയാ വണ്ടി പോകുന്നത്. അയ്യോ കണ്ടിട്ട് തന്നെ പേടിയാ. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് സ്പീഡ് എടുത്ത് തുടങ്ങുന്നത്. ഇങ്ങനത്തെ റോഡിൽ എത്തുമ്പോൾ നേരത്തെ നല്ല ഹൈവേ ഉണ്ടാകുമ്പോൾ സ്പീഡൊന്നും എടുത്തിട്ടേ ഇല്ല. ഇപ്പോഴാണ് സ്പീഡ് എടുത്ത് തുടങ്ങുന്നത്. റോഡ് വെറും ഈ ഭാഗത്ത് റോഡ് ഭയങ്കര മോശമുണ്ട്. അതുകൊണ്ട് നല്ല കുലുക്കം. ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല പൊടിയും വരുന്നത്. ഇനി നമുക്ക് പോകാനുള്ള റോഡ് കണ്ടതാ അങ്ങനെ അതിലൂടെയാ. അവിടെ ഒരു പുതിയൊരു ടണല് വരുന്നുണ്ട് തോന്നുന്നു. റോഡ് അങ്ങനെയാ വരുന്നത്. ഇങ്ങനെ വളഞ്ഞു അതിലൂടെ. എന്തൊരു താഴ്ചയാന്ന് നോക്കിയതാ. ഇവിടെ മൊത്തം റോഡ് പണി നടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ പൊളിഞ്ഞിട്ടിരിക്കുക. മൊത്തം പൊടിയാണ്. അതാ എൻ്റെ അമ്മ. രസല്ലേ കാണാൻ. അങ്ങനെ ഇതാ ബനിഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. സമീപം 3:50. ഈ ടൈമിലാണ് ഇവിടെ ബനിഹാളിൽ ബസ് എത്തുന്നത്. ഇത് നിർത്തേണ്ട സ്ഥലമായിട്ടില്ല, കുറച്ചുകൂടെ പോകാനുണ്ട്. ജമ്മുന്ന് ഞങ്ങള് ട്രാവൽ ചെയ്ത് വന്ന ബസ് ഇതാ ഇവിടെ ഉണ്ട്. ഇത് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഇതാ ഞങ്ങൾ കറക്റ്റ് പറഞ്ഞാല് ജമ്മുന്ന് രാവിലെ കറക്റ്റ് 9:30 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ കറക്റ്റ് സമയം 4 മണി. ശരിക്കും പറയുകയാണെങ്കിൽ ഉദംപൂരിൽ നിന്ന് 11:00 വണ്ടി പുറപ്പെട്ടത്. ഇവിടെ 4 മണി. 4.5 മണിക്കൂർ കൊണ്ട് ഉദംപൂരിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി പറ്റും. ഉദംപൂര് ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും വരാം. ഞങ്ങൾ ജമ്മുന്ന് കയറാൻ കാരണം വേറൊന്നുമല്ല, നല്ല രീതിയിൽ വീഡിയോ ചിത്രീകരണം ജമ്മുന്നുള്ള കാഴ്ചകൾ ഇവിടെ കാണണമല്ലോ. അതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ കയറാൻ വേണ്ടി കയറിയത്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഉദംപൂരിൽ നിന്ന് ബസ് കയറിയാൽ മതി. കാരണം ജമ്മു പോയിട്ട് വെറുതെ അത്രയും കിലോമീറ്റർ നിങ്ങൾക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെ, എന്താ പറയാ, ഒരു 70 കിലോമീറ്റർ ഉണ്ടല്ലേ, നല്ല രീതിയിൽ 2 മണിക്കൂർ ബസ്സിന് വേണ്ടി വരും. ട്രെയിൻ ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ കൂടുതൽ ഷെയർ ടാക്സികളായിരിക്കും നല്ലത്. എന്താ അറിയാം, പൈസ കുറച്ച് കൂടുതലാണെങ്കിലും വേഗത്തിൽ എത്താം. പെട്ടെന്ന് ഈ ബസ് എത്തുന്നതിനെക്കാട്ടും പെട്ടെന്ന് ഈ ബസ് ഏതൊക്കെയോ വണ്ടി എല്ലായിടത്തും നിർത്തി വരുമ്പോൾ. പിന്നെ JKSRTC എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. JKSRTC എനിക്ക് കുറച്ചും കൂടെ വേഗത്തിൽ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്ത് പോയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റൂട്ട് ഈ ബസ്സൊന്നും ആരും അങ്ങനെ വരും തോന്നില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കട്ടറിൽ നിന്ന് നേരെ ശ്രീനഗറിലേക്ക് റെയിൽ ട്രാക്ക് വരുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പോ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീനഗറിലേക്ക് ഇവിടുന്ന് ഒരു കിടിലൻ ട്രെയിൻ യാത്രയാണ്. ഇവിടുന്ന് 100 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിലേക്ക്. ആ കാഴ്ച കൂടെ കാണണമല്ലോ. അതെ. അപ്പൊ എന്താ പറയാ, ജമ്മുന്ന് ഇവിടെ ബനിഹാൾ വരെയുള്ള ബസ് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു മാജിസിനോട് ബൈ.